ഇത്രയൊക്കെ വിവാദങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിലും 140 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ഒരേ ഒരു പാർട്ടി അത് കോൺഗ്രസ് പാർട്ടിയാണ്, അത് UDF ആണ് എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും. കാരണം ഇത്രയും വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്താണ് കരുതിയിരുന്നത്, CPM ഒക്കെ സ്ഥാനാർത്ഥികളെ എല്ലാം പ്രഖ്യാപിച്ച് പര്യടനം തുടങ്ങിയതാണ്. പക്ഷെ അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ 140 മണ്ഡലങ്ങളിലും മുഴുവൻ കാൻഡിഡേറ്റിനെയും പ്രഖ്യാപിച്ച ഒരേ ഒരു പാർട്ടി UDF ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മൾ പരിശോധിക്കുന്ന ഒരു സാഹചര്യത്തിൽ CPM-ൽ നിന്നും വന്നിട്ടുള്ള ഒരുപാട് പേരെ കോൺഗ്രസ് പരിഗണിച്ചിട്ടുണ്ട്. ഒരേ ഒരു മുന്നണി UDF ആണ്. അതെ, മുന്നണി UDF ആണ്. അതായത് അത് മാത്രമല്ല, അതായത് CPM-ൽ നിന്നും വന്നിട്ടുള്ള സ്ഥാനാർത്ഥികളുണ്ടല്ലോ. ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ ശശി ആണെങ്കിലും, ഇപ്പോൾ സുരേഷ് കുമാർ ആണെങ്കിലും, അതേപോലെ തന്നെ ഐഷ പൂറ്റി ആണെങ്കിലും, ഇവരെ എല്ലാം അക്കോമഡേറ്റ് ചെയ്യാൻ ജി സുധാകരൻ ആണെങ്കിലും, പിന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന കുഞ്ഞികൃഷ്ണൻ ആണെങ്കിലും, TK ഗോവിന്ദൻ ആണെങ്കിലും, ഇവരെല്ലാം പരിഗണിക്കാൻ UDF-ന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷേ UDF-ൽ നിന്ന്, അതായത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും അങ്ങോട്ട് പോയിട്ടുള്ള ആളുകൾക്കൊന്നും കിട്ടിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. യഥാർത്ഥത്തിൽ പെട്ടുപോയത് കോൺഗ്രസിൽ നിന്നും ചാടിപ്പോയവരല്ലേ. അതായത് ഇക്കരെ നിന്നാൽ അക്കരെ പച്ച എന്നൊരു തോന്നലുള്ളവരുണ്ട് അല്ലേ? അതല്ലേ എൻ്റെ ശരിക്കുള്ള എന്ന് പറഞ്ഞാൽ ഇക്കരെ നിന്നിട്ട് അക്കരെ എന്തൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ട് അവിടെ ഒന്നും ആകാത്ത നിരവധി പേരുണ്ട്. നമ്മൾ ആദ്യം രാഹുൽ പറഞ്ഞ ആ കാര്യം ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് പോകാം. അതായത് ഇത്രയും സീറ്റുകളുടെ നിർണയം എന്ന് പറയുന്നത് ജനാധിപത്യ പാർട്ടി ആയതുകൊണ്ടാണ് ഇതിനകത്ത് കാര്യം. അതുമല്ല, 10 കൊല്ലം മാറി നിന്നൊരു പാർട്ടിയാണ്. അവർ നോക്കുന്നത് വിജയത്തിൻ്റെ ഫോർമുലയാണ്. 10 കൊല്ലം ഭരണപക്ഷത്തെ നോക്കിക്കണ്ട ജനത്തെ പോലെ തന്നെ 10 കൊല്ലത്തിന് ശേഷം വരുന്ന പ്രതിപക്ഷം ഏത് തരം സ്ഥാനാർത്ഥികളാണ് നിർത്താൻ പോകുന്നത് എന്ന് സമൂഹം നോക്കുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഫിൽട്ടർ ചെയ്ത് കുറച്ച് നല്ല കാൻഡിഡേറ്റ്സിനെ കണ്ടെത്തുക ഇച്ചിരി പണിയാണ്. അപ്പോൾ അതുമാത്രമല്ല, ഇവിടെ ഈ പറയുന്ന രീതിയിൽ തൊട്ടതിനും പിടിച്ചതിനും പിണങ്ങുന്ന കൊച്ചുകുട്ടികളുടെ സ്വഭാവം പോലെയുള്ള നേതാക്കളുടെ സ്വഭാവം കാണിക്കുമ്പോൾ അത് ഒരു പരിധിവരെ ആ പിണക്കം മാറ്റാനും അല്ലെങ്കിൽ ആ പിണക്കത്തിനൊരു ഒരു പരിഹാരം കാണുന്നത് ഇച്ചിരി പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ചെറിയ സമയമെടുത്തത്. പിന്നെ ഒരു കാര്യം വ്യക്തമാണ്, അവർ പ്രഖ്യാപിക്കട്ടെ എന്നിട്ട് നമുക്ക് കാത്തിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ കോൺഗ്രസിൻ്റെ ഡൽഹിയിലെ ഒരു സംവിധാനം അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ കരുതുന്ന പോലെ ഒന്നും അല്ല. അവിടെ ഒരു AICC സംവിധാനം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു കേരളത്തിൻ്റെ കാര്യം മാത്രമല്ല ഉള്ളത്. തമിഴ്നാട് വരുന്നു, ആസാം വരുന്നു, ബംഗാൾ വരുന്നു. ഈ തിരഞ്ഞെടുപ്പുകളൊക്കെ അവർക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. അപ്പോൾ ആ കൈകാര്യം ചെയ്ത കാര്യം എപ്പോഴേ ആ പേപ്പർ അവിടെ റെഡിയായിരുന്നിട്ടുണ്ടാവും. ഈ ഒരു കേരളം മാത്രമല്ല. അപ്പൊ അതുകൊണ്ടാണ്, കാരണം അത് മാത്രമല്ലല്ലോ, ഇപ്പോ നേരെ ചെന്നിട്ട് സ്ഥാനാർത്ഥി പട്ടിക കൊടുത്തിട്ട് അത് ഒപ്പുവെച്ച് മാറുകയല്ലോ. ഒരു മണ്ഡലം എടുക്കുമ്പോൾ അവിടെ 2-3 സ്ഥാനാർത്ഥികൾ ഉണ്ടാവും. ആ 2-3 സ്ഥാനാർത്ഥികൾ നിന്നും സ്ക്രീൻ ചെയ്ത് വെച്ചേക്കുന്ന 1-2 സ്ഥാനാർത്ഥികളിലേക്ക് എത്തും. ചിലപ്പോൾ ചില മണ്ഡലങ്ങളൊക്കെ ഒറ്റ സ്ഥാനാർത്ഥിയിലേക്ക് എത്തും. അതെല്ലാം ആദ്യമേ തന്നെ ഷെഡ്യൂളാക്കി മാറ്റിവെക്കും. എന്നിട്ട് അതിന്റെ വിജയ സാധ്യതകൾ പരിശോധിക്കും. അവസാനം 2-3 സ്ഥാനാർത്ഥികളായിട്ട് മണ്ഡലത്തിൽ ഫൈറ്റ് നടക്കുന്നത്, അതായത് നല്ല കാൻഡിഡേറ്റ് 2-3 ഉള്ള സ്ഥലങ്ങളിലേക്ക് നോക്കുമ്പോൾ അവിടെ പിന്നീട് ബാക്കിയുള്ള സ്ക്രീനിങ് ടെസ്റ്റുകൾ നടത്തും, ബാക്കി സർവേകൾ പരിശോധിക്കും, ബാക്കി അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിക്കും. ആ സ്റ്റാറ്റിസ്റ്റിക്സിന് അവസാനമാണ് ഇന്ന ആളെ നിർത്തിക്കഴിഞ്ഞാൽ വിജയ സാധ്യത മറ്റേ ആളെക്കാളും കുറച്ചുകൂടെ കൂടുതലാണ് എന്നുള്ള രീതിയിലേക്ക് എത്തി അവിടെ സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നത്. അങ്ങനെയാണ് കോൺഗ്രസിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. പിന്നീട് മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, ഇത് പറയുമ്പോൾ നമുക്ക് ഒരു കാര്യം കൂടെ പറയണം. അതായത് രമേശ് ചെന്നിത്തല പറഞ്ഞൊരു കാര്യമുണ്ട്. രമേശ് ചെന്നിത്തല പറഞ്ഞു ഇത് കേരളത്തിലെ ഒരു പ്രാദേശിക പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതല്ല എന്ന്. അതിനോട് നമുക്ക് അനുബന്ധമായി ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാം. തളിപ്പറമ്പിൽ ഈ പറയുന്ന MV ഗോവിന്ദൻ എന്ന് പറയുന്ന പാർട്ടിയുടെ സെക്രട്ടറി മാറുമ്പോൾ അവർക്ക് കൊടുത്ത, ഇപ്പോൾ രാഹുൽ പറഞ്ഞ പോലെ ഒരു പാനലുണ്ട്. ആ പാനലിൽ ഇവരുടെ പേര്, ശ്യാമളയുടെ പേര് മാത്രമെന്നാണ് വിചാരിക്കുന്നത്. അതിൽ അന്ന് അവിടെ സുകന്യ എന്ന് പറയുന്ന നേതാവ്, സുകന്യ മോശക്കാരിയായ ഒരു നേതാവല്ല, SFIയിലൂടെയും വന്ന് പേര് തെളിയിച്ച് കണ്ണൂര് ജെയിംസ് മാത്യുവിൻ്റെ ഭാര്യ പോട്ടെ, ഒരു ഒറ്റ പേരല്ല കൊടുത്തത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്. 3 പേര് കൊടുത്തിട്ട് അവസാനം KK രാഗേഷ് വെട്ടി മറ്റേ പിണറായി വിജയന്റെ സ്വന്തം ആൾക്കാരെ കുത്തിത്തിരുമിയ പോലത്തെ പരിപാടിയല്ല ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഒരു പാനലുണ്ട്, ഒറ്റ സ്ഥാനാർത്ഥി അല്ലാതെ ഒരു പാനൽ പോയതിന്റെ താമസമാണ്. ഇത് സ്വന്തം വീട്ടിൽ അടുക്കളയിലെ കാര്യമില്ല ഈ ചെയ്തേക്കുന്നത്. അടുക്കളയിലെ കാര്യം ചെയ്തിട്ട് ആ മക്കളെ പേപ്പറിങ് കൊണ്ടോടാ, അച്ഛ ഒപ്പിട്ടുതരാം എന്ന് പണ്ട് വീട്ടിൽ പറയൂലേ, എടാ നിന്റെ പ്രോഗ്രസ് കാർഡിങ് കൊണ്ടോടാ എന്ന് അച്ഛൻ അടുത്തുണ്ടെങ്കിൽ നമുക്ക് ഒപ്പിട്ട് വാങ്ങിക്കാൻ വലിയ പ്രയാസമില്ല. അതുപോലെ ഇവിടെ അച്ഛനും മക്കളും അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുന്ന പാർട്ടിയാണെന്നുണ്ടെങ്കിൽ ഈസിയാണ് സാർ. അത്രേ പറയാം. അത് മാത്രമല്ല, ഇപ്പോൾ അവിടെ ചെന്നിട്ട് അവർ എത്ര ദിവസമായിട്ട് കാത്തുകെട്ടി കിടക്കുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം, കാത്തുകെട്ടി കിടക്കുകയാണെങ്കിൽ അതിനത്രയും പ്രാധാന്യം ഉണ്ടെന്ന്. പ്രാധാന്യം മാത്രമല്ല, പല സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന ആളുകളാണ്. എല്ലാവർക്കും കുറച്ച് സമയമാണ് കൊടുക്കുന്നത്. ആ സമയം കൊണ്ട് ചർച്ച ചെയ്യണം. ആ ചർച്ച തീർന്നില്ലെങ്കിൽ വീണ്ടും അടുത്ത സമയം കൊടുക്കും. അങ്ങനെ ടൈം ഷെഡ്യൂൾ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അല്ലാതെ കേരളത്തിൽ നിന്ന് വരുന്ന ആളുകൾക്ക് മാത്രമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇവിടുന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും ഇവിടുന്ന് പോകുന്ന പാരാവാരങ്ങൾ ഇവിടെ ഇരുന്നാലും അത് തന്നെ CC എന്ന് പറയുന്നത്.
ഇവിടെ നിന്ന് അങ്ങ് ഡൽഹിയിൽ പോയിട്ട് അവിടെ അവരുടെ ലെനിൻ സെന്ററിൽ ഇരുന്നാൽ അത് തന്നെ CC എന്ന് പറയുന്നത്. അത്രയല്ലേ ഉള്ളൂ. CC അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോ എന്ന് പറഞ്ഞാൽ ഒരു 2-3 ഒരു ബംഗാളിൽ നിന്ന് ഒരാൾ എന്തൊരു മരുന്നിന് ത്രിപുര എന്നൊക്കെ ഉണ്ട് പോളിറ്റ് ബ്യൂറോ ഉള്ളത്. നമുക്കൊന്നും പറയാനില്ല. വെറുതെ എന്തിന് വെറുതെ ബടി കൊടുത്ത് അത് നമുക്ക് ഇതും കൂടെ പറയാം. അതായത് സ്ഥാനാർത്ഥി ലിസ്റ്റ് നോക്കിയിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇരുന്നു ഇവരുടെ പറയുമെന്ന് പറഞ്ഞു. സത്യത്തിൽ ഈ ബുദ്ധി കൂടിയ കമ്മ്യൂണിസ്റ്റുകാരെന്ത് ചെയ്തു, കുറച്ച് സ്ഥാനാർത്ഥികളെ അങ്ങ് ആദ്യം പ്രഖ്യാപിച്ചു. എന്നിട്ടിപ്പോ അങ്ങ് കയറി ഇറങ്ങി എല്ലാം. ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, വീണ ജോർജൊക്കെ അങ്ങ് ഭയങ്കരമായിട്ട് ചിരിച്ച് കൈയൊക്കെ വീശിയൊക്കെ അങ്ങ് പോകുന്ന കണ്ട്. ഈ തല വീശാനോ ഇങ്ങനെ ആക്കാനോ അങ്ങനെ കൈ കാണിക്കാനോ കഴുത്തിലൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ. കോളറൊന്നും ഞാൻ ഒന്നും കണ്ടില്ല. നമ്മളെ സാധാരണക്കാരാണേ, നമ്മളതൊന്നും കണ്ടില്ല. ഐശ്വര്യ വരെ കഴുത്തിന് വിഷയമായിട്ട് കയറിപ്പോയ ആരോഗ്യമന്ത്രി കഴുത്തിന് വിഷയമൊന്നുമില്ലാതിരിക്കുന്നത് കേസുകാരുടെ ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോഴും കഴുത്തിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അപ്പോഴും പഴിയേക്കേണ്ടി വരുന്ന അവിടുത്തെ കേസുകാരെ. രാവിലെ ഇങ്ങനെയൊന്നും പറയല്ലേ, കാര്യം കഴുത്തിലൊന്നും കണ്ടില്ലെങ്കിൽ ഈ നമ്മൾ ഈ സർക്കാസം പറയുമ്പോഴത്തേക്ക് അറിയാതെ ചിരിച്ചു പോകും. സത്യത്തിൽ ഈ പറയുന്ന പോലെ ഞാനൊന്നും കണ്ടില്ല. അതുപോലെ രാജീവ് ഇന്നലെ മഠത്തിലൊക്കെ വന്നിട്ട് പോകുന്നതൊക്കെ കണ്ട്. ഈ നമ്മുടെ ഈ പി രാജീവ് ഇവിടെ മത്സരിക്കുന്ന ക്രിസ്ത്യൻ സഭകളിലൊക്കെ പോകുന്നുണ്ട്. സത്യത്തിൽ ഈ പറയുന്ന രീതിയിൽ അവർ തന്നെ ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഈ 100 മീറ്റർ അല്ലെങ്കിൽ 5000 മീറ്റർ ഓട്ടോ ഒക്കെ വരുമല്ലോ, 5000 മീറ്റർ ഓട്ടോ അല്ലെങ്കിൽ ആമയും പോലും തന്നെ നമുക്ക് പറയാം. ഈ പറയുന്ന രീതിയിൽ ഇവർ ഓടിക്കോട്ടെ, ഇവർ ഓടി ഇവരെ കൊണ്ട് ഫിനിഷ് ചെയ്യട്ടെ, നമുക്ക് കാത്തിരിക്കാം. എന്തായാലും അതിനപ്പുറത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് മുന്നണിയിലേക്ക് വരുമ്പോൾ മുസ്ലിം ലീഗ് മാത്രമല്ല, എനിക്കൊന്നും അവിടെ ഇടത് തരംഗം ഇപ്പോൾ കോൺഗ്രസിൽ UDF-ലാണ് കൂടി നിൽക്കുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. CAB ഉണ്ട്, അതേപോലെ തന്നെ പല പാർട്ടികളുണ്ട്, RMP ഉണ്ട്, RSP ഉണ്ട്. നിറയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ കാലങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും അടർത്തിക്കൊണ്ട് ഇടതുപക്ഷത്തിനോടൊപ്പം നിന്നിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് അടർത്തിക്കൊണ്ട് കൂടുതൽ ആളുകളെ ചേർക്കാൻ ഫോർവേഡ് ബ്ലോക്ക് ഉണ്ട്. അപ്പൊ നിറയെ ഇതുണ്ട്, മുന്നണികളുണ്ട്. ആ മുന്നണികളുണ്ട്. UDF മുന്നണി എന്ന് പറഞ്ഞാൽ പണ്ടത്തെ മുന്നണിയല്ല, കുറച്ചധികം ആൾക്കാർ മുന്നണിയിൽ വന്നിട്ടുണ്ട് പുതിയ. അത് പിന്നെ ഈ പറയുന്ന പോലെ ഒറ്റയാളോ 2 ആളോ എന്നുള്ളതൊക്കെ നമുക്ക് മാറ്റി നിർത്തിയിരുന്നാലും അവർക്ക് വ്യക്തമായ പോക്കല്ല. അതൊരു മൂല്യമല്ലേ. അതായത് ഇടത് തരംഗം കൃത്യമായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇടതിൽ നിന്നുമുള്ള പാർട്ടികൾ, അതായത് ഇടത് പാർട്ടികളെ കൂടെ ചേർത്തുകൊണ്ടാണ് UDF മുന്നണി ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ഇപ്പൊ മുസ്ലിം ലീഗോ കോൺഗ്രസോ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് RSP ഉണ്ട്, RMP ഉണ്ട്, അങ്ങനെ നിറയെ പാർട്ടികൾ. ഒരു കാര്യം കൂടെ ഇതിൽ രാഹുൽ പറഞ്ഞൊരു കാര്യം നമ്മുടെ ഈ സംസാരത്തിനിടെ വന്ന് അത് കംപ്ലീറ്റ് ചെയ്യണ്ട. അതായത് ഈ കോൺഗ്രസ് പാർട്ടി വിട്ട് ഒരു വേള ഈ പറയുന്ന ഇതിൽ അക്കരപ്പച്ച കണ്ടുവന്ന ആ വിഷയം വന്നപ്പോഴാണ് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ കയറിപ്പോയത്. അക്കരപ്പച്ച കണ്ട് ഇക്കരെ ചാടി ഇവരിൽ ആരൊക്കെ ഉണ്ടെന്ന് KP അനിൽകുമാർ അല്ലേ, അദ്ദേഹത്തിന് ഇപ്പോൾ എന്താ ഒരു സീറ്റ് പോലും ഇതുവരെ കൊടുത്തിട്ടില്ല. എത്രയെങ്കിലും നാളായി അദ്ദേഹം ഈ പാർട്ടി വന്നിട്ട്. ഏതോ ഒരു ചെയർമാൻ പോസ്റ്റ് എന്തൊക്കെയോ കൊടുത്തിട്ടുണ്ട്. പിന്നെ PS പ്രശാന്തിന്റെ കാര്യം അറിയാമല്ലോ, ദേവസ്വം ബോർഡിന്റെ തലപ്പത്തിരുത്തിയിട്ട് ഇപ്പൊ പുലിവാല് പിടിച്ചിരിക്കുന്നത്. PS പ്രശാന്ത് ഇപ്പം ഒരു എപ്പോഴും വേണോ എല്ലാവർക്കും കാശുണ്ടാക്കാൻ വേണ്ടി ഓരോ വഴികൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. കാശുണ്ടാക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കി കൊടുത്തു. പക്ഷെ കാശ് ഉണ്ടാക്കിയാലും ആ കാശിന് ചെലവ് വരുന്നുണ്ട്. കോടതി പോകേണ്ടി വരും അല്ലേ, വ്യവഹാരത്തിന് കാശ് കൊടുക്കേണ്ടി വരും. ഏതായാലും അത്തരത്തിലൊരു നല്ല കാര്യം. പിന്നെ രതികുമാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാന്നുള്ള അദ്ദേഹത്തിനൊക്കെ എന്താണ് ഇപ്പൊ പദവി അറിയില്ല, ഒന്നുമില്ല. പക്ഷെ അദ്ദേഹം ഇത് മുന്നോക്ക സമുദായത്തിന്റെ എന്തോ നേതാവായിട്ട് ഇപ്പൊ മാറി. ഏതായാലും അതിനപ്പുറത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ലതിക, എനിക്ക് ഏറ്റവും കൂടുതലും പറയേണ്ട ഒരു വ്യക്തിയുടെ പേരാണ്, കൂടുതൽ മനസ്സിലേക്ക് വരുന്ന ഒരു പേരാണ് ലതിക സുഭാഷ് എന്ന് പറയുന്ന പേര്. കാരണം മൊട്ടയടിച്ച് ഒരു പാർട്ടിയെ നാണം കെടുത്താൻ കഴിയുന്നതിന്റെ അങ്ങേയറ്റം നാണം കെടുത്തി, ആ പാർട്ടിയെ നശിപ്പിക്കാൻ കഴിയുന്നതിന്റെ അങ്ങേയറ്റം നശിപ്പിച്ച് പോയിട്ട് എന്തുണ്ടാക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ പേര് പോലും കേരളത്തിൽ നിന്ന് ചർച്ച ചെയ്യാൻ കഴിയാത്ത രീതിയിലേക്ക് അവർ ഒതുങ്ങിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സീറ്റിന്റെ പേര് ഒരു KPCCയുടെ ഓഫീസിലേക്ക് വന്നിട്ട് മൊട്ടയടിച്ച് പാർട്ടിയെ നാണം കെടുത്തിയ നേതാക്കന്മാരൊക്കെ എവിടെ പോയി? അതേപോലെ സരിനെ സംബന്ധിച്ച് നമുക്കറിയാം, പാലക്കാട് സീറ്റ് കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ടാണ് സരിൻ ഒറ്റയടിക്ക് CPM-ലേക്ക് പറയുന്ന എല്ലാ പ്രാവശ്യവും സ്ഥാനാർത്ഥിയാവണം, എപ്പോഴും സ്ഥാനാർത്ഥിയാവണം. അതൊന്നും അതൊക്കെ ഈ പറയുന്ന പോലെ ഇപ്പൊ കണ്ടോ ആ ഒരു അല്ല, CPM-ൽ ചെന്നിട്ട് ഇവർക്കൊക്കെ സ്ഥാനാർത്ഥിത്വം എവിടെ പോയി? ഇവരുടെ അന്നേ വിധി എഴുതി. എന്തുകൊണ്ടാണ് CPM-നോട് ഫൈറ്റ് ചെയ്യാത്തത്? എനിക്ക് സ്ഥാനാർത്ഥിത്വം തരാത്തതില് ക്ലെയിം ചെയ്യാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ക്ലെയിം ചെയ്യാൻ കഴിയില്ല. ഇനി ചാടിപ്പോവാൻ വേറെ പാർട്ടി ഇല്ല. അത് മാത്രമല്ല, അവിടെ ഇരിടാന്ന് പറയും. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ചെറിയ ബിലിപ്പ് എത്ര പ്രാവശ്യം ഇത് ചാടി വന്നല്ലോ, ഇത്ര പ്രാവശ്യം സീറ്റ് കൊടുത്തു, എന്നിട്ട് ചെറിയ ബിലിപ്പിനെ തെളിയിക്കാൻ പറ്റുമോ? ഇവർക്കത് അറിയാവുന്നേ. ഇപ്പൊ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് അവർക്കറിയാം, ഒരു സ്ഥലത്ത് സ്ഥാനാർത്ഥിയാക്കിയാൽ ജയിക്കണമെങ്കിൽ അതിന് കഴിവ് വേണം. ആ കഴിവില്ലാത്ത ചെറിയ ബിലിപ്പിനെ ഈ പറയുന്ന രീതിയിൽ ഇവര് കൊണ്ടുവന്ന് ഞങ്ങളുടെ അല്ല, അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പാലക്കാട് അന്നത്തെ ഇലക്ഷൻ എടുത്ത് നോക്കിയാൽ മതി. കോൺഗ്രസ് എന്താണോ കരുതുന്നത് അത് തന്നെയായിരുന്നു ശരി.
അതുകൊണ്ടാണ് ചരിത്ര ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടം 18,000 വോട്ടിന് വിജയിക്കുന്നത്. സരിനൊക്കെ ആണെങ്കിൽ കൃഷ്ണകുമാറൊക്കെ ജയിച്ചോണ്ട് പോയനെ. അതെ, അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പോ സരിൻ അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ്, അല്ലെങ്കിൽ സരിൻ കോൺഗ്രസിൽ നിന്നും പോയിട്ട് സരിൻ CPM-ന്റെ സ്ഥാനാർത്ഥി ആയിട്ട് സരിൻ എത്ര വോട്ട് പിടിക്കാൻ സ്ഥാനത്തല്ലേ വന്നേ? അതെ, അവിടെയാണ് വിഷയം വരുന്നത്. ഇത് ഈ പറയുന്ന ഈ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കാണിച്ചിട്ട് പോയവരാരും തന്നെ. അതുകൊണ്ടാണ് ഇന്നലെ സുധാകരന്റെ വിഷയം വന്ന ശേഷം നമ്മൾ കണ്ടല്ലോ, ജോസഫ് വാഴക്കൻ അദ്ദേഹം ഇന്നിപ്പോ സംസാരിക്കുന്നുണ്ട്, പാർട്ടിയാണ് എനിക്ക് വലുത്. അപ്പോൾ രാഹുൽ തന്നെയല്ലേ പറഞ്ഞത്, ഈ കാണുന്ന അടിയും പിടിയും എന്നൊക്കെ പറയുന്നത് സീറ്റ് ആയി കഴിയുമ്പോൾ ഇതെല്ലാം മാറും. ഇവര് ഇപ്പൊ സത്യത്തിൽ AK ആന്റണി ഇന്നലെ പറഞ്ഞതാണ് ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് പറയുന്നത്. മൂന്നാമതൊരു പിണറായി സർക്കാർ എന്ന് അത് വരണോ വേണ്ടേ എന്ന് സുധാകരൻ തീരുമാനിക്കട്ടെ എന്ന്. അതിലപ്പുറം ഇനി വേറൊന്നും സുധാകരനോടോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ കൊതിക്കറിവ് കാണിച്ച് പോകാൻ നിൽക്കുന്നവരോടോ ആന്റണിക്ക് പറയാം. സുധാകരനെ സംബന്ധിച്ച് സുധാകരൻ പോകത്തില്ല എന്ന് വിശ്വസിച്ചിരുന്നവരാണ് എല്ലാ അണികളും. അതിന്റെ പ്രധാനപ്പെട്ട കാരണം സുധാകരൻ എന്ന് പറയുന്ന നേതാവ് ഫൈറ്റ് ചെയ്ത് വികാരം കൂടെയാണ്. പണിയെടുത്ത് വന്നിട്ട് പോകത്തില്ല, ഒരിക്കലും പോകില്ല. ഈ പണിയെടുക്കാതെ പെട്ടെന്ന് കയറി കള്ളച്ചോറ് തിന്നുന്ന നേതാക്കന്മാർക്കാണ് പെട്ടെന്ന് അയ്യോ എനിക്ക് തന്നില്ല, അവനെ പരിഗണിച്ചല്ലോ എന്ന് പറഞ്ഞു പോകുന്നത്. പണിയെടുത്ത് രക്ഷപ്പെടുമായിരിക്കും, ഒരു തവണ പിന്നെ രക്ഷപ്പെടത്തില്ല. പണിയെടുത്ത് വന്നിട്ടുള്ള നേതാക്കന്മാർക്ക് കൃത്യമായിട്ട് അറിയാം, ഈ ഇന്നല്ലെങ്കിൽ നാളെ ഇന്നുകൊണ്ട് തീർന്നൊന്നും പോകുന്നില്ലല്ലോ, പാർട്ടി ഇവിടെ തന്നെ ഉണ്ടല്ലോ, ഈ പാർട്ടി ഉണ്ടാക്കിയത് ഞാനാണെങ്കിൽ. അല്ല, സുധാകരനെ സംബന്ധിച്ച് സുധാകരന് കുറച്ചുകൂടെ കോൺഫിഡൻസ് ആകാം, ഈ പാർട്ടി ഉണ്ടാക്കിയത് ഞാനാണെങ്കിൽ ആ സംവിധാനം കൊണ്ടുപോകാനും എനിക്കറിയാമെന്നുള്ള കൃത്യമായിട്ടുള്ള ആത്മവിശ്വാസം സുധാകരനുണ്ട്. കണ്ണൂരിൽ പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് കേരളത്തിന്റെ മധ്യമേഖല, മലബാർ മേഖലയെല്ലാം കോൺഗ്രസ് ഭരിക്കുന്നുണ്ടെങ്കിൽ, കോൺഗ്രസ് അധികാരത്തിൽ വരുന്നുണ്ടെങ്കിൽ, കോൺഗ്രസിന് സംഘടനാ ശക്തി ഉണ്ടെങ്കിൽ അത് സുധാകരൻ എന്ന് പറയുന്ന നേതാവിന്റെയും കൂടെ പണിയെടുത്തതിന്റെ ഫലമാണ്. ഏതായാലും രാഹുൽ നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ നമ്മൾ പോവുകയാണ്. അതായത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും, അതായത് ഇപ്പം ഏറ്റവും കൂടുതൽ ബുദ്ധി കൂടിയവരെന്ന് കരുതുന്ന കമ്മ്യൂണിസ്റ്റുകാരുണ്ടല്ലോ, കോൺഗ്രസിനെ അങ്ങനെ നിരന്തരം വിമർശിക്കുന്നവർ, ഏതായാലും അവരെക്കാളും ഒരു പടി മുന്നിൽ നിൽക്കുന്ന നല്ല കാൻഡിഡേറ്റ്സ് തന്നെയാണ് UDF-ിലൂടെ കോൺഗ്രസ് കൊണ്ടുവന്നത്. തീർച്ചയായിട്ടും. ഇനി എന്തായാലും നമുക്ക് ചതുരംഗ കളറിയിൽ ഇവർ എന്തൊക്കെ അടുത്ത പയറ്റാൻ പോകുന്നത്. ഇനി നമ്മൾ നോക്കേണ്ടത് CPM ആണെങ്കിലും LDF ആണെങ്കിലും BJP ആണെങ്കിലും ഇനി ബാക്കി അവരുടെ സ്ഥാനാർത്ഥികളെ എപ്പം പ്രഖ്യാപിക്കുന്നുണ്ട്. 140 സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ച ഒരു പാർട്ടി കോൺഗ്രസ് ആയതുകൊണ്ട് UDF തന്നെ UDF ആയതുകൊണ്ട് ഈ പറയുന്ന പോലെ പിന്നെ കേരള കോൺഗ്രസ് മാണി അല്ലെ, കേരള കോൺഗ്രസ് മാണി ഇപ്പൊ അവരോടൊപ്പം നിന്ന് സ്ഥാനാർത്ഥി LDF-ൽ പറഞ്ഞല്ലോ, ജോസഫും എന്നാലും ഇടഞ്ഞു നിന്ന ജോസഫാണല്ലോ, ജോസഫിനും സ്ഥാനാർത്ഥികളായി, എല്ലാവർക്കും ഏതാണ്ട് സ്ഥാനാർത്ഥികളായി. ഇനിയിപ്പോ ഇവര് പറയട്ടെ, ഇവർക്ക് ഇനി ബാക്കിയുള്ളൂ. ഇപ്പൊ എന്താണ് തിരുവനന്തപുരത്ത് ആന്റണി രാജുവിന് പകരം ആരെ പിടിക്കണമെന്ന് പറഞ്ഞ് വലയെറിഞ്ഞുകൊണ്ടിരിക്കുക, ആരെ കിട്ടും എന്നുള്ളത്. അല്ല, കഴിഞ്ഞ ദിവസം വലിയ വാർത്ത ഉണ്ടായിരുന്നു, ഇടതുപക്ഷത്ത് നിന്നും ഒരു സ്ഥാനാർത്ഥി BJP-യിലേക്ക് പോകാൻ പോകുന്നു, ഇടതുപക്ഷത്തിന്റെ ഒരാൾ സ്ഥാനാർത്ഥി BJP-യുടെ സ്ഥാനാർത്ഥി ആവാൻ പോകുന്നു എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായിരുന്നു. എന്ത് തന്നെയാണെങ്കിലും ഇപ്പോ ഏറ്റവും കൂടുതൽ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് CPM-ൽ തന്നെ. ആത്മവിശ്വാസം കൂടിയാലും വിഷയമാണ്, ആത്മവിശ്വാസം കൂടുമ്പോഴും പണി കിട്ടും. 3.0 ഞങ്ങളിതാ കയറി ഇരുന്നു, മുഖ്യമന്ത്രി പിണറായി വിജയൻ സത്യപ്രതിജ്ഞ വേണമെങ്കിൽ മൈമി ചെയ്ത് കാണിക്കാം എന്നൊക്കെയാണ് സഹാക്കൾ പറയണം. അദ്ദേഹത്തിന്റെ നടത്തയും പോക്കും അദ്ദേഹം തികഞ്ഞ ആത്മവിശ്വാസം. ഇതിൽ ആത്മവിശ്വാസം അവർ രക്ഷിക്കട്ടെ അല്ലേ. ഈ പറഞ്ഞ 130 സീറ്റ് പ്രഖ്യാപിച്ചതൊക്കെ എന്തായാലും ഈ പറയുന്ന രീതിയിൽ കളിയാക്കലൊന്നും ഇല്ലാതിരിക്കില്ല രാഹുലെ, ഇല്ലെന്നുണ്ടെങ്കിൽ അവരല്ലാതിരിക്കണം.